കറുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയല്ലേ കേട്ടോ. നമ്മളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അരച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ 250 ml കപ്പിൽ 1/4 കപ്പോളം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്ത് അത് മാറ്റി വയ്ക്കാം. ഇനി അതേപോലെ 250 ml മൈദയും അതുപോലെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതിനും താഴെ 1/4 ടീസ്പൂണിലും പകുതിയോളം തന്നെ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ 3 വട്ടം നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഇത് അരിച്ചെടുത്ത് നമ്മളിതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചിട്ട് നമ്മളിതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് ഇതുപോലെ പതഞ്ഞ് വരുമ്പോൾ 60 ml കപ്പിൽ നമ്മളൊരു കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കേക്ക് ടിന്നിൽ ഒഴിക്കാം. നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം. നമ്മളൊരു അരമണിക്കൂർ ആകുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ആ നേന്ത്രപ്പഴം യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കാണ്. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.